നമസ്കാരം. ഇന്നലെ വരെ നമ്മുടെ സഖാക്കന്മാരുടെ അക്കൗണ്ടിലൊക്കെ കണ്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇപ്രാവശ്യത്തെ ഹജ്ജിന് പുറപ്പെട്ട ഹാജിമാർക്ക് പലതരം സാധനങ്ങളടങ്ങിയ ഒരു കിറ്റ് നമ്മുടെ കേരള സർക്കാർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോസ് ഉണ്ടായിരുന്ന പ്രചാരണം ഉണ്ടായിരുന്നു. ഔദ്യോഗികമായിട്ട് കേരള സർക്കാർ പറഞ്ഞതായിട്ട് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. കേരള സർക്കാർ എവിടെയും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടില്ല, അല്ല നമ്മൾ പറയാൻ. പക്ഷേ സഖാക്കന്മാരുടെ അക്കൗണ്ടിലൊക്കെ ഒരുപാട് അക്കൗണ്ടിലൊക്കെ കണ്ടിരുന്നു. ഈ റഷീദ് അടക്കര എന്നൊക്കെ പറയുന്ന നമ്മളെ സൈബർ പോരാളി ഉണ്ടല്ലോ, ഇവിടെ സൗദി അറേബ്യയിൽ നല്ല GCC തന്നെ ഏറ്റവും വലിയ പോരാളിയാണ്. മൂപ്പര അക്കൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് മുതലൊന്നും കാണുന്നില്ല. എന്താണെന്ന് വിഷയം അന്വേഷിച്ച് നോക്കുമ്പോൾ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ, എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ ഉണ്ടാകുന്ന ആ ടൈമിൽ ഉണ്ടാകുന്ന പോലെ തന്നെ വടകരയും പാലക്കാട് ബാഗ് വിവാദം, മറ്റേ വടകര കിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വിവാദം, അതേപോലെ തന്നെ ഇതും ചീറ്റിപ്പോയി ഇതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് സൗദി ഗവൺമെൻറ് കൊടുത്തിരുന്നൊരു വേഗാത്തരെ കിറ്റാത്തരെ അത് നേരെ പോലെ അക്കൗണ്ട് കണാക്കി പോസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ അതാരൊക്കെ പിടിച്ച് കളി വെളിച്ചത്തായപ്പോൾ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. അത് പിന്നേൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. ശരിക്കും നമ്മൾ കേൾക്കുമ്പോഴൊക്കെ അത് സംഭവം സത്യം തന്നെയാണ് തോന്നുന്നത്. കാരണം സർക്കാർ അത്രയൊക്കെ കൊടുക്കുന്നുണ്ട്, അത്ര കണ്ട് ജനങ്ങളെ സഹായിക്കുന്നുണ്ട്. ആരും വിശ്വസിച്ച് പോകും പെട്ടെന്ന് പേര് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മളൊന്നും ഇതായിപ്പോയതാ. പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ നാട്ടിലെ റോഡും വിഷയങ്ങളൊക്കെ ഇത് കഴിഞ്ഞതാണല്ലോ. പിന്നെ എന്താ തുറമുഖത്തിൻ്റെ ഇതൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് പോലെ അക്കൗണ്ട് അതൊരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് പിന്നെ അതൊരു വിഷയമുള്ള കാര്യമല്ല. അവരെ പ്രത്യേകിച്ച് ഇവർ ചെയ്യുമ്പോൾ അത് നമ്മളൊരു വിഷയമാക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കഴിയുമ്പോൾ തന്നെ തിരുത്തിക്കോളും. ഓല് തിരുത്തിയിട്ടില്ലെങ്കിലും വേറെ ആൾക്കാർ തിരുത്തിയാണതാകുമ്പോൾ അങ്ങനെ അടുത്ത് പോയിക്കോളും. സാധാരണ ഉണ്ടാണ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു രസമുണ്ടായി. ഇനി സാക്കന്മാർ ചൂടാന്ന് പറഞ്ഞിട്ട് അത് ഇല്ല, കണ്ടത് ഇത് പറഞ്ഞതല്ലേ ഉള്ളൂ. വിഷയാക്കൊന്നും വേണ്ട. ഇപ്പം നമ്മൾ പുതുമല്ല കാര്യങ്ങളൊന്നുമല്ല. പുതുമല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെന്തൊരു പുതുമ ഉണ്ട് തരുക. സ്ഥിരല്ല തന്നെയാണ്, സ്ഥിരമായിട്ടുണ്ടാണ്. അതിനാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 2 ദിവസമൊക്കെ നോക്കുക അതെന്താണെന്നുള്ള സംഗതി. നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും. കിട്ടി പോയി എന്നുള്ളത്. ഇലക്ഷനൊക്കെ അല്ലേ, വടകരയും മറ്റേ അവിടെ പാലക്കാടൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തു നോക്കിയതാ. ഇപ്രാവശ്യം നിങ്ങൾ കൂടുതൽ അപകടങ്ങളൊന്നും നിങ്ങളെടുത്ത് അങ്ങോട്ട് വരുന്നില്ല. വലിയൊരു ഫിത്തനി ഫസാദും വരുന്നില്ല. എന്താണാവോ, വലിയ പ്രതീക്ഷയില്ല തോന്നുന്നുണ്ട്. എന്തായാലും വലിയ അലമ്പുണ്ടാക്കാതെ പോയി. അത്രയും അങ്ങോട്ട് പറയാനുള്ളൂ.